സ്വർണ്ണ ഖനനത്തിനെതിരെ പെന്തക്കോസ്ത് സഭ. ഈ ടൈറ്റിൽ കണ്ടപ്പോൾ സാധാരണക്കാരുടെ ഉള്ളിൽ സ്വാഭാവികമായി വരാവുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, പെന്തിക്കോസുകാർ ആഭരണം ഇടുന്നില്ലെങ്കിൽ ഇടണ്ട, സ്വർണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കണ്ട, അത് ഖനനം ചെയ്യുന്നതിനെതിരെ നിങ്ങളെന്തിനാണ് നിലപാടെടുക്കുന്നത്? കാര്യത്തിലേക്ക് വരാം. ഇത് ഇവിടുത്തെ കാര്യമൊന്നുമല്ല, ഇതങ്ങ് ഘാനയിലെ കാര്യമാണ്. വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ഘാനയിൽ നിന്നുള്ള ഒരു വാർത്തയാണിത്. സ്വർണ്ണ നിക്ഷേപത്തിന് പേര് കേട്ട ധാരാളം സ്വർണ്ണഖനികളുള്ള ഘാനയിൽ സ്വർണ്ണ ഖനനം മൂലമുണ്ടാകുന്ന കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെ പെന്തക്കോസ്ത് സഭ നിലപാടെടുത്തതാണ് വിവാദമായി മാറിയിരിക്കുന്നത്. ഘാനയെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ആദ്യമേ പറയാം. ആഫ്രിക്കയിലെ ഏറ്റവും സമാധാനപരവും ജനാധിപത്യപരവുമായ രാജ്യങ്ങളിലൊന്നാണ് ഘാന. അതിനാൽ തന്നെ വിദേശ നിക്ഷേപകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു രാജ്യം കൂടെയാണ് ഘാന. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഘാന. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ഗോൾഡ് കോസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് തന്നെ. നമുക്കറിയാം, കേരളത്തിൽ സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലകപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. എൻ്റെ നാട്ടിലെ, അതായത് നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവറാണത്. അദ്ദേഹം സ്വർണ്ണ ഖനനത്തിന് പോയത് വെസ്റ്റ് ആഫ്രിക്കയിലേക്കായിരുന്നു. വെസ്റ്റ് ആഫ്രിക്കയിലെ സിയറ ലിയോൺ എന്ന് പറയുന്ന രാജ്യത്താണ് അദ്ദേഹം പോയത്. അവിടെ നിന്നും ഏകദേശം 1700 കിലോമീറ്റർ മാറിയാണ് ഞാൻ ഈ പറയുന്ന ഘാന എന്ന് പറയുന്ന രാജ്യം. ഘാനയുടെ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ ഒരു നിമിഷമായിരുന്നു ഏപ്രിൽ 26 ഞായറാഴ്ച. രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ഒരു പെന്തക്കോസ്ത് സഭയിലെ വിശ്വാസികളുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന കാഴ്ച രാജ്യത്തെ ചാനലുകൾ മുഴുവൻ ഒപ്പിയെടുത്ത് ടെലികാസ്റ്റ് ചെയ്തു. എന്താ സംഭവം എന്നല്ലേ? ഘാനയിലെ പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഘാന ഫ്രീ സോൺ അതോറിറ്റി CEOയും ഘാനയിലെ പ്രമുഖ ക്രിസ്തീയ സഭയായ ചർച്ച് ഓഫ് പെന്തക്കോസ്ത് സഭയുടെ ചീഫ് പാസ്റ്ററും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ എങ്ങനെയാണ് ഗവൺമെൻറ് മുട്ടുകുത്തുന്ന നിലയിലേക്ക് എത്തിയത്? ഘാനയിലെ ഈ പെന്തക്കോസ്ത് സഭകളുടെ സ്വാധീനം എത്രത്തോളമുണ്ട്? ഗാലാസെ ക്രൈസിസ് എന്ന് വിളിക്കുന്ന പാരിസ്ഥിതിക വിപത്ത് എന്താണ്? അതും ആത്മീയതയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഈ മാസമാണ്. ഘാനയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ ചർച്ച് ഓഫ് പെന്തക്കോസ്തിൻ്റെ 48ാമത് ജനറൽ കൺവെൻഷൻ നടക്കുകയാണ്. ആ സഭയുടെ ചെയർമാൻ അപ്പോസ്തലൻ ഡോക്ടർ എറിക് ന്യാമക്കെ ഒരു ആശങ്ക പങ്കുവച്ചു ജനങ്ങളുടെ മുൻപിൽ. ഗാലംസെ ക്രൈസിസ്, അതായത് അനധികൃത സ്വർണ്ണ ഖനനം നദികളെ എത്രത്തോളം മലിനമാക്കുന്നു എന്നതായിരുന്നു വിഷയം. അനിയന്ത്രിതമായ സ്വർണ്ണ ഖനനം മൂലം നദികളിലെ വെള്ളം ഉപയോഗശൂന്യമായതിനാൽ സഭയുടെ ആത്മീയ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ട ഒന്നായ സ്നാന ശുശ്രൂഷ പോലും നടത്താൻ കഴിയുന്നില്ലെന്നും ഇപ്പോൾ റബ്ബർ പൂളുകൾ ഉണ്ടാക്കിയാണ് സ്നാനം നടത്തുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത് വെറും ഒരു പ്രസ്താവനയായിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ വലിയൊരു പരാജയത്തിന് നേരെയുള്ള ശക്തമായ ഒരു വിമർശനമായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചത്. മാത്രവുമല്ല, ഘാനയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് സഭ അഡ്രസ്സ് ചെയ്തത്, അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് കൃഷിക്കും കുടിവെള്ളത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ മുഴുവൻ ഈ അനധികൃത സ്വർണ്ണ ഖനനം മൂലം മലിനമായിരിക്കുന്നു, ഉപയോഗശൂന്യമായിരിക്കുന്നു. ഇതാണ് ഘാന നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്. സഭാതലവൻ്റെ ഈ നിശിതമായ വിമർശനത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് ഘാന ഫ്രീ സോൺ അതോറിറ്റിയുടെ CEO ആയ ഡോക്ടർ മാവിസ് അവൂസി ശ്രമിച്ചത്. ഒരു അഭിമുഖത്തിൽ അവരിങ്ങനെ പറഞ്ഞു. അപ്പോസ്തലൻ ന്യാമക്കയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്, അദ്ദേഹം രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുകയാണെന്നും ഇത് ആവർത്തിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനെ നേരിടുന്നത് പോലെ ഗവൺമെൻറ് അദ്ദേഹത്തെ നേരിടുമെന്നുമായിരുന്നു അവരുടെ ഭീഷണി. ഒരാത്മീയ നേതാവിനെതിരെയുള്ള ഈ ഭീഷണി ഘാനയിലെ പൊതുസമൂഹത്തെയും സഭാംഗങ്ങളെയും വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതിനകത്തൊരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ MPമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ട് ഘാന ഭരണകൂടത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ, ഒരു ജനസമൂഹത്തിനെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നതുകൊണ്ട് ഇതിന് വ്യാപകമായ നിലയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഒരു പെന്തക്കോസ്ത് സഭയെ ഗവൺമെൻറ് ഇത്രയധികം ഭയപ്പെടുന്നത്? നമുക്കതിൻ്റെ കണക്കുകളൊന്ന് നോക്കാം. ഘാനയിലെ ജനസംഖ്യയുടെ 71.3% ക്രൈസ്തവരാണ് കേട്ടോ.
ഇതിൽ തന്നെ 31.6% പേർ പെന്തക്കോസ്ത് വിഭാഗത്തിൽ പെടുന്നു. ചർച്ച് ഓഫ് പെന്തക്കോസ്തിൽ മാത്രം 50 ലക്ഷം അംഗങ്ങളുണ്ട്. അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 15% വരും ഇത്. ഘാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭകളിലൊന്നാണ് ചർച്ച് ഓഫ് പെന്തക്കോസ്ത്. 1953 അയർലൻഡുകാരനായ മിഷണറി ജെയിംസ് മക്കൗൺ എന്ന വ്യക്തിയാണ് ഈ സഭ സ്ഥാപിച്ചത്. ആഫ്രിക്കൻ സംസ്കാരത്തെയും ആത്മീയതയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഈ സഭയുടെ പ്രവർത്തന ശൈലി, ആരാധനാ രീതികളൊക്കെ ഇതിന് വളരെ വേഗം ജനപ്രിയത കൈവരിക്കുവാൻ ഒരു മുഖാന്തരമായി മാറി. ഘാനയിലെ അക്ര നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സഭയ്ക്ക് ലോകമെമ്പാടുമായി 150-ലധികം രാജ്യങ്ങൾ ശാഖകളുണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം ശക്തമാണ് ഈ സഭയെന്ന് ഓർക്കുക. വെറും ഒരു മതസ്ഥാപനം എന്നതിലുപരി ഘാനയുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിൽ സഭ വലിയ സംഭാവനയാണ് നൽകുന്നത്. നിരവധി സ്കൂളുകൾ, സർവകലാശാലകൾ, ആശുപത്രികൾ എന്നിവയെല്ലാം സഭ നടത്തുന്നുണ്ട്. 2025 മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ 22.5 കോടി രൂപയും ആരോഗ്യ മേഖലയിൽ 20 കോടി രൂപയും സഭ നേരിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇനി രസകരമായ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ വിദ്യാഭ്യാസ മേഖലയിലോ ആരോഗ്യരംഗത്തോ മാത്രമൊന്നുമല്ല സഭ പ്രവർത്തിക്കുന്നത്. ഘാനയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ ആധുനിക രീതിയിലുള്ള ജയിൽ ക്യാമ്പസുകൾ സഭ നിർമ്മിച്ചിട്ടുണ്ട്. എന്നിട്ട് സഭ ജയിൽ നിർമ്മിച്ച് ഗവൺമെൻറ്റിന് നൽകിയിരിക്കുന്നു. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സഭ ചെയ്യുന്നത് വഴി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് സഭയ്ക്കുണ്ടായിരിക്കുന്നത്. ഘാനയിലെ പൊതുസമൂഹത്തിൽ വലിയ ആദരവുള്ള വ്യക്തിയാണ് സഭയുടെ തലവനായ ഡോക്ടർ എറിക് ന്യാമക്കെ. 2018 അദ്ദേഹം ചർച്ച് ഓഫ് പെന്തക്കോസ്തിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സഭയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മികവ് പരിഗണിച്ച് 2023 അദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷത്തേക്ക് കൂടെ സഭ നീട്ടിക്കൊടുത്തു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, പരിസ്ഥിതി സംരക്ഷണം, യുവജന ശാക്തീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം സഭയുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെ നല്ല നിലയിൽ സഹായിക്കുന്നുമുണ്ട്. മാത്രവുമല്ല, അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന് പ്രയോജനകരമായ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഈ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സുവിശേഷ പ്രസംഗകൻ എന്നതിലുപരി ഒരു മികച്ച പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിലെ ക്വാസുലു നദാലി സർവകലാശാലയിൽ നിന്ന് PhD നേടിയിട്ടുണ്ട് ഈ ദൈവദാസൻ. സഭയുടെ വിവിധ തലങ്ങളിൽ ദീർഘകാലം മിഷണറിയായും പാസ്റ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു ആത്മീയ നേതാവിനെയും ഈ വോട്ട് ബാങ്കിനെയും പിണക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ക്ഷമാപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒടുവിൽ 2026 ഏപ്രിൽ 26, അതായത് കഴിഞ്ഞ ഞായറാഴ്ച നാടകീയമായ ആ രംഗം അരങ്ങേറി. ഘാനയിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസിൻ്റെ നേതാവുമായ ജൂലിയസ് ഡെബ്രെ, രാജ്യത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹമാണ്. ജൂലിയസ് ഡെബ്രെ തൻ്റെ 60ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്തോത്ര ശുശ്രൂഷയ്ക്കായി കഴിഞ്ഞ ഞായറാഴ്ച ഈ പെന്തക്കോസ്ത് സഭയിൽ എത്തിച്ചേർന്നു. അവിടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരിക്കുന്ന ആ വേദിയിൽ വെച്ച് അദ്ദേഹം പരസ്യമായി സഭയോട് ക്ഷമ ചോദിക്കുകയും ഡോക്ടർ മാവി സവൂസിയുടെ വാക്കുകൾ ഒരു നാക്കുപിഴ മാത്രമാണെന്നും സഭയെ അപമാനിക്കുവാൻ ബോധപൂർവം ചെയ്തതല്ലെന്നും അത് ദയവായി ക്ഷമിക്കണമെന്നും പറഞ്ഞു. ഘാനയുടെ പ്രസിഡന്റ് ജോൺ മഹാനയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വൈകാരികമായ ക്ഷമാപണം. അപ്പോസ്തലൻ ന്യാമക്കെ അത് സ്നേഹത്തോടെ സ്ഥിരീകരിച്ചു. ആ പെൺകുട്ടി എന്നെ കൂടുതൽ പ്രശസ്തനാക്കി എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് മറുപടിയും നൽകി. ഘാനയിലെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ഗവൺമെൻറ്റും സിവിൽ സമൂഹവും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സഭയുടെ വികാരങ്ങളെയും അവഗണിക്കുവാൻ ഒരു ജനാധിപത്യ സർക്കാരിന് കഴിയുകയില്ല എന്ന് ഈ ക്ഷമാപണം തെളിയിക്കുന്നു. അഴിമതിയും പരിസ്ഥിതി നാശത്തിനുമെതിരെ ശബ്ദമുയർത്താൻ ആത്മീയ നേതാക്കൾക്ക് കഴിയുമെന്നും അത് ഭരണകൂടത്തെ പോലും ചലിപ്പിക്കുമെന്നും ഘാനയിലെ പെന്തക്കോസ്ത് സഭകൾ ലോകത്തിന് മാതൃകയായി കാണിച്ചു തരുന്ന കാഴ്ചയാണ് ഈ വാർത്തയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്.